ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പൗലോസ് ലീഹ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ് ലീഹായുടെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ് ചെയ്യുന്നത്. എല്ലാം, തനിക്കുള്ളതെല്ലാം പൗലോസ് ലീഹ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ജീവനും ജീവിതവും എല്ലാം ഈശോയ്ക്ക് കൊടുക്കുകയാണ്. ഒരിക്കലും ഇത് അടിമത്വത്തിന്റെ ഒരു സമർപ്പണമല്ല, സ്വാതന്ത്ര്യമാണ്. ഈശോയ്ക്ക് നൽകുക എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. നമുക്കറിയാം, പൗലോസ് ലീഹ ഉദ്ധിതനായ ഈശോ മിശിഹായെ കാണുന്നുണ്ട്. ഉദ്ധിതനായ ഈശോ പൗലോസ് ലീഹയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പൗലോസ് ലീഹയുടെ ആ ഈശോ അനുഭവം പൗലോസ് ലീഹയെ കൊടുക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് എപ്പോഴെങ്കിലും ഈശോയെ പരിശുദ്ധ കുർബാനയിലോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടങ്ങളിലോ നമ്മൾ ഈശോയെ യഥാർത്ഥത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും ഈ ഒരു കാര്യം ഉണ്ടാകും. ഈശോയ്ക്ക് വേണ്ടി നമ്മളും പല കാര്യങ്ങളും കൊടുക്കും. നമ്മുടെ പഴയ പാപജീവിതം നമ്മൾ ഈശോയ്ക്ക് കൊടുക്കും. ഈശോയുടെ കൃപയിൽ വളരാനായിട്ട് അനുദിനം നമ്മൾ പരിശ്രമിക്കും. നമ്മുടെ കഴിവും ബുദ്ധിയും എല്ലാം, നമുക്കുള്ളതെല്ലാം നമ്മൾ ഈശോയുടെ മുൻപിൽ സമർപ്പിക്കും. ഈശോയുടെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറാനായിട്ട് നമ്മൾ തീവ്രമായിട്ടും ആഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിന്റെ കരം പിടിക്കുകയാണെങ്കിൽ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ കർത്താവിന്റെ കരം പിടിക്കുകയാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിന്റെ കരം പ്രകടമാകും. ആമേൻ. ഈശോ അനുഗ്രഹിക്കട്ടെ.